അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രചരണം നടത്തുന്നത് ഞങ്ങൾ വന്നാൽ എന്തോ അത്ഭുതം സംഭവിക്കുന്നു, അവർ വന്നാൽ ഇത് നടപ്പാക്കേണ്ടി വരും. കാരണം നമ്മുടെ രാജ്യത്ത് കേരളം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുകൂടി ഇപ്പോൾ ഇത് തെളിഞ്ഞിരിക്കുകയാണ്. കേരളം ഈ രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് കേരളമാണ്, ഞങ്ങളിതൊന്നും നടപ്പാക്കില്ല. ഇത് ശരിയായ സമീപനമല്ല. ഇത് നടപ്പാക്കേണ്ടി വരും. ശിവൻകുട്ടിക്ക് അത് നേരത്തെ മനസ്സിലായി, പിണറായി വിജയൻ ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. വളരെ മൗലികമായ മറ്റൊരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നത് കരിക്കുലം പരിഷ്കരണത്തിൽ തങ്ങൾക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ളതാണ്. അതും ഇടപെടാൻ സാധിക്കും. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കേന്ദ്രത്തിനും ഇടപെടാം, സംസ്ഥാനത്തിനും ഇടപെടാം. സംസ്ഥാനം ചില കാര്യങ്ങൾ ഇടപെടും, പക്ഷെ കേന്ദ്രവും ചില കാര്യങ്ങൾ ഇടപെടും. അതുകൊണ്ട് കരിക്കുലം പരിഷ്കരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും കേന്ദ്രത്തിന് അവകാശങ്ങളുണ്ട്, സംസ്ഥാനത്തിനും അവകാശങ്ങളുണ്ട്. അതിനിടയിലൊന്നും ഒരു തരത്തിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്കാൻ ആഗ്രഹിച്ചത്, തീരുമാനിച്ചത്, ആ കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പാവും. ഇത് വളരെ വലിയൊരു ആശയപരമായ വ്യതിയാനമാണ്, നയപരമായ ഒരു വ്യതിയാനമാണ്. ഇടതുപക്ഷം കാലാകാലങ്ങളായി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിനാശകരമായ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അശാസ്ത്രീയമായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളെ ഗോമൂത്രം കുടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കള്ളപ്രചരണം ആവർത്തിച്ച് നടത്തിയവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായി എന്ന് പറയുമ്പോൾ അവരെ തുറന്നു പറയാൻ തയ്യാറാവണം. ഞാൻ പറയട്ടെ. ഇനിയുണ്ട്. കേന്ദ്രം നടപ്പാക്കിയ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പായിട്ടുണ്ട് കേരളത്തിൽ. നമ്മളിപ്പോൾ പല കാര്യങ്ങളും പുറകിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ നടപ്പാക്കണമെന്ന് കേന്ദ്രം പറഞ്ഞു. അന്ന് നമ്മുടെ വീണ ജോർജ് പറഞ്ഞത് അത് കയ്യിലങ്ങ് വെച്ചാൽ മതി എന്നാണ്, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ ചുമരിലും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുണ്ട്. ഇവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു, നടപ്പായി. നമുക്കറിയാത്തതുകൊണ്ടാണ്. അന്യരാജ്യങ്ങളിലുള്ള പൗരന്മാർ ഇവിടെ അനധികൃതമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിടാൻ ഈ പിണറായി വിജയൻ സർക്കാർ പ്രത്യേക കേന്ദ്രങ്ങൾ തുറന്നിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഈ അടുത്ത കാലത്തായി കേന്ദ്ര സഹായത്തോടു കൂടി വലിയൊരു ഒരു ആളുകളെ പിടിച്ചിടാനുള്ള സ്ഥലം വെച്ചിരിക്കും. പൗരത്വ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ രാജ്യത്തിനല്ലാത്ത ആൾക്കാർ അനധികൃതമായിട്ട് ഇവിടെ കടന്നുകൂടി താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് തിരിച്ചയക്കാനാണ് പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നത്. അപ്പോൾ പൗരത്വ രജിസ്റ്റർ ഇവിടെ നടപ്പായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, SIRഉം ഇവിടെ നടപ്പാവും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടപ്പാവില്ല, ഇത് കേരളമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഒന്നും നടക്കില്ല. ഇതെല്ലാം ഇവിടെ നടപ്പാവും. നിങ്ങൾ നോക്കിയാൽ വൈകാതെ ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ SIR കേരളത്തിൽ നടപ്പാവും എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം നിശ്ചയിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കണം. അപ്പോൾ SIR നടപ്പാവും, പൗരത്വ രജിസ്റ്റർ നടപ്പാവും, CAയുടെ എല്ലാ നിബന്ധനകളും ഇവിടെ നടപ്പാവും. എന്തൊക്കെയാണോ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്, പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വഖഫ് നിയമം, ഇവർ പറഞ്ഞു വഖഫ് നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. രണ്ടുപേരും കൂടെ പ്രമേയം പാസ്സാക്കി, SIRൽ പ്രമേയം പാസ്സാക്കി. നിങ്ങളെ പ്രമേയമൊക്കെ മേശയിനകത്ത് ഇരിക്കുക എന്നല്ലാതെ ഇതൊക്കെ ഈ രാജ്യത്ത് നടപ്പാവും. അപ്പം അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാനത് ആവർത്തിക്കുകയാണ്, ആ വാചകം, എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങളിവിടെ നടത്തില്ല. ഞങ്ങളൊരു നയം ഒരു അടവ് നയം, പൈസ ഇങ്ങ് വാങ്ങിയെടുക്കാം. പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപകടകരമായ ഒരു കാര്യവും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ശരിയായ കാര്യങ്ങളേ ഉള്ളൂ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ. നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ഇൻഷുറൻസ് സ്വകാര്യവൽക്കരണത്തെ എതിർത്തു, 30 മീറ്ററിൽ റോഡ് മതി എന്ന് പറഞ്ഞു. നമ്മൾ പല കാര്യങ്ങളും പണ്ട് പറഞ്ഞു, ട്രാക്ടർ തടഞ്ഞു, എന്തെല്ലാം മണ്ടത്തരങ്ങൾ ഇടതുപക്ഷം ഈ രാജ്യത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തിരിച്ച് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്തപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആദ്യം ആരംഭിച്ച സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ IT. നമ്മളിന്ന് ഹൈദരാബാദിനെയും ബാംഗ്ലൂരിനെയും കടത്തിവെട്ടി IT ഹബ്ബ് ആവേണ്ടതായിരുന്നു. കൂടംകുളം പദ്ധതി 15 കൊല്ലം VS അച്യുതാനന്ദൻ. എല്ലാവരും VS അച്യുതാനന്ദൻ വലിയ മഹാനാണെന്ന് പറയും. പക്ഷെ VS അച്യുതാനന്ദനെ പോലെ ഒരു വികസന വിരോധി നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല.
2500 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം ചെലവിൽ കൂടംകുളത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള വൈദ്യുത പദ്ധതി. ഇപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമം പകുതി പരിഹരിക്കുന്നതിന് കാരണമായത് ആ പദ്ധതിയാണ്. 15 കൊല്ലം VS അച്യുതാനന്ദനെ തടഞ്ഞു വെച്ചു. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വികസന കാര്യങ്ങളും നല്ല കാര്യങ്ങളും തടഞ്ഞു വെക്കുന്ന ഒരു പതിവാണ് കേരളത്തിലുള്ളത്. മിസ്റ്റർ പിണറായി വിജയൻ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സത്യം അങ്ങ് പറയണം ജനങ്ങളോട്.